ഈ മതേതരത്വം തുലയുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഹിന്ദു മതത്തെക്കുറിച്ച് പറയുമ്പോൾ. ബാക്കിയെല്ലാം മുസ്ലിം ഇസ്ലാമിനെ കുറിച്ചൊക്കെയാണ്. ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി അറിയാമല്ലോ. കേരളം പരിപൂർണമായിട്ടൊരു അൽ കേരളമായിട്ട് മാറിയല്ലോ. അപ്പോൾ ഇവിടെ ഹിന്ദുവിൻ്റെ കാര്യം വരുന്ന സമയത്താണ് മതേതരം എന്ന് പറഞ്ഞാൽ കോപ്പ് ഇങ്ങനെ പുറത്തേക്ക് വരിക. നമസ്കാരം. വന്ദേ മാതരം, വന്ദേ മാതരം. അത് കേൾക്കുന്ന സമയത്തിപ്പോൾ തലയ്ക്ക് പിരിവെട്ടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ കേരളത്തിൽ UDF ആൾക്കാർ, അതിൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ. കാരണം അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് അവർ ഒരുപാട് കാര്യങ്ങൾ വെല്ലുവിളി രൂപത്തിൽ പറഞ്ഞതാണല്ലോ. ഇപ്പോൾ അതിന് ഘടകവിരുദ്ധമായിട്ട് അവരെന്താണോ ഛർദ്ദിച്ചത് അത് തന്നെ വാരി തിന്നാൻ അവർ നിർബന്ധിതരായപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ അതിന് തയ്യാറാവുന്നില്ല. അതാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ്. സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കില്ലെന്ന് കേരള സർക്കാർ. വന്ദേ മാതരം കാലാകാലങ്ങളായിട്ട് അതൊരു ദേശഭക്തി ഗാനം മാത്രമാണ്. അതൊരു ഹിന്ദു പ്രാർത്ഥനാ ഗീതമല്ല ഇത്. പക്ഷെ അങ്ങനെയാക്കി മാറ്റിയിട്ടാണ് പറയുന്നത് ഞങ്ങളത് ചെല്ലില്ല എന്ന് പറയുന്നത്. വന്ദേ മാതരം ജനഗണമനയോടൊപ്പം തന്നെ ഒരേ സ്റ്റാറ്റസ് നിലനിർത്തുന്ന ഒരു ഗാനമാണത്. ഒന്ന് ദേശീയ ഗാനം, ഒന്ന് ദേശീയ ഗീതം. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നർത്ഥം. അപ്പോൾ ദേശീയ ഗാനത്തോടൊപ്പം തന്നെ അതേ സ്റ്റാറ്റസ് ഇനി വന്ദേ മാതരത്തിന് വേണമെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമുണ്ട്. വന്ദേ മാതരം എന്ന് വിളിക്കാൻ പാടില്ലാത്തൊരു കാലഘട്ടം ഇന്ത്യയിലുണ്ടായിരുന്നു. അങ്ങനെ വന്ദേ മാതരം വിളിച്ച ആൾക്കാർ തൂക്കിലേറ്റപ്പെട്ട ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ വന്ദേ മാതരം വിളിക്കാനുള്ള ഒരു അവസരം സംജാതമായത് എപ്പോഴാണെന്ന് അറിയാമോ? 1947 ആഗസ്റ്റ് സ്വാതന്ത്ര്യ ദിനത്തിൽ മേലോട്ട് കയറിപ്പോകുന്ന ഇന്ത്യൻ പതാക താഴോട്ട് ഇറങ്ങി വരുന്ന യൂണിയൻ ജാക്ക്. ഇന്നും അത് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ആ കാഴ്ച പലപ്പോഴും ഞാൻ അവിടെ ഇവിടെ കാണാറുണ്ട്, വീഡിയോയിലേക്ക് കാണാറുണ്ട്. അത് കാണുമ്പോൾ അറിയാതെ നെഞ്ചത്ത് കൈവച്ച് പോകും. ആ ഇന്ത്യൻ പതാക താഴ്ത്തിയിട്ട് യൂണിയൻ ജാക്ക് മേലോട്ട് കയറ്റുന്ന സാഹചര്യത്തിൽ നമ്മളൊക്കെ ആരായിരുന്നു? അടിമകളായിരുന്നു, വിധേയന്മാരായിരുന്നു. അപ്പോൾ അത്തരം ചില സാഹചര്യങ്ങൾ, അത്തരം ചില നിമിഷങ്ങൾ എങ്ങനെ സൃഷ്ടമായി? അതിൽ ഈ വന്ദേമാതരം എന്ന ആ കവിതാശകലത്തിനൊക്കെ വലിയ പങ്കുണ്ട്. പക്ഷെ പിന്നീട് നമുക്കെല്ലാവർക്കും അറിയാം, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ തുടക്കത്തിന് വേണ്ടി പറയുകയാണ്, പിന്നീട് ഇന്ത്യയെ 3 ആക്കി വെട്ടിമുറിച്ചു. ആരാണത് ചെയ്തത്? എല്ലാവർക്കും അറിയാം. അത് അന്ന് അതേ ആൾക്കാരോട് പറഞ്ഞ വന്ദേ മാതരം മുഴുവൻ പാടാൻ പാടില്ലെന്ന് അന്നത്തെ മുസ്ലിം ലീഡേഴ്സ്. അങ്ങനെയാണ് പിന്നെ ഒരു അടിയും തല്ലും ഉണ്ടാകേണ്ടത് കരുതി ഗാന്ധിയുടെ നേതൃത്വം എല്ലാവരും കൂടിയിട്ട് അതിനെയും മുക്കാലാക്കി മാറ്റി, വന്ദേ മാതരത്തെ മുക്കാലാക്കി മാറ്റി. ഇപ്പോൾ ഭരിക്കുന്നത് ആരാണ്? സംഘപരിവാറാണ്. അവർക്കത് സഹിക്കില്ല. അവർ പറഞ്ഞത് മുഴുവൻ പാടിയേ മതിയാവുമെന്ന്. ഉടനെ തന്നെ ഇവിടെ പറയുന്നു ഞങ്ങളത് പാടില്ലെന്ന്. പറ്റില്ല സതീശ, പറ്റില്ല. കേരള സർക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേരള സർക്കാർ, അല്ലെങ്കിൽ കേരളം. തിരുവിതാംകൂറിൽ അന്ന് രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾ തിരുവിതാംകൂർ സ്വതന്ത്ര തിരുവിതാംകൂറായിട്ട് ഇവിടെ നടക്കുമെന്ന് സർ CP അനൗൺസ് ചെയ്തു. രാജാവല്ല സർ CP. അന്ന് VP മേനോൻ മറ്റേ ഈ അഖണ്ഡ ഭാരത സൃഷ്ടിക്ക് വേണ്ടി, അഥവാ വെട്ടിമുറിച്ചതിന് ശേഷമുള്ള ഭാരതം, അതിന് വേണ്ടിയിട്ട് അതൊരൊറ്റ യൂണിയനായിട്ട് മാറാൻ വേണ്ടിയിട്ട് പട്ടേൽ പറഞ്ഞയച്ചത് VP മേനോനെയാണ്. അദ്ദേഹം അവിടെ വന്നോട് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഒരു പെൻസിൽ കയ്യിലെടുത്തിട്ട് ഇന്ത്യയുടെ ഭൂപടം കാണിച്ചിട്ട് അതുപോലെ കുത്തുകുത്തി, ദേ ഇത്രയേ ഉള്ളൂ കേരളം, ഒരു സ്പോട്ട്, അത്രയേ ഉള്ളൂ കേരളം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം കേരളം അല്ല, തിരുവിതാംകൂർ അത്രയേ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനെ കടുംപിടുത്തം? എങ്ങനെയാണ് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുക? ചുറ്റും ഭാരതമാണ്, പിന്നെ ബാക്കിയെല്ലാം സമുദ്രമാണ്. അങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ എല്ലാ എക്കണോമിയും എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും തകർന്നു പോവില്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വഴങ്ങുകയാണ് ഉണ്ടായത്. ഏതായാലും തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ പിന്നെ പ്രിവ്യൂ പേഴ്സ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഒരു തരി മണ്ണ് പോലും ഭാരതത്തിന് വാങ്ങിച്ചില്ല. ഇതും ചെയ്യുന്നില്ല. അവസാനം നിർബന്ധിച്ച് പറഞ്ഞു ഞങ്ങൾക്കൊരു പഞ്ചാംഗം തന്നാൽ മതി എന്ന് പ്രതീകമായിട്ട്. അത് കൃത്യമായിട്ട് അവിടെ എല്ലാ ഗവൺമെൻറ് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് നല്ല കാര്യം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പറയുന്നത് ദേശീയഗാനം ആലപിക്കണമെന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പുറകിലുള്ള കുറേ കന്നാലികളെ, കുറേ മൂരിക്കുട്ടികളെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. ഞങ്ങളൊക്കെ അതിനെതിരാ കുറച്ച് കഴിയുമ്പോൾ എന്ന് പറയും. അതങ്ങനെ ചെല്ലാതിരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടേ. ഇപ്പോൾ PMCയുടെ കാര്യത്തിൽ അതല്ലേ പറയുന്നത്, ഞങ്ങളെതിരാ, പക്ഷെ നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി. അതിൻ്റെ വിശദാംശങ്ങൾ അറിയാലോ. ഇതെല്ലാം ഈ പറഞ്ഞ മണ്ട ശിരോമണികൾക്ക്, മൂരിക്കുട്ടികൾക്ക് അവരുടെ സമാധാനത്തിന് വേണ്ടി പറയുന്നത് മാത്രമേ ഉള്ളൂ. നിലപാട് ആവർത്തിക്കുകയാണെന്നാണ് പറയുന്നത് ഈ സതീശൻ. അയാളുടെ നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ്. ഏതായാലും BJPയുടെ ശബ്ദം ശരിക്കും പറഞ്ഞാൽ PP മൂന്നൻ വന്നതിന് ശേഷമാണ് ഈ BJP സാധനം പിടിക്കുന്നത് പത്രക്കാരറിഞ്ഞത്. ഇപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ഇടപെടുന്ന 3 MLA-മാരും ആയല്ലോ. കോൺഗ്രസ് BJPക്കാർ കോൺഗ്രസ്സുകാരോട്, കോൺഗ്രസ് UDFനോട് പറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാവരും ഇവിടെ വന്ദേ മാതരം പാടുമ്പോൾ നിങ്ങൾ ഇറ്റാലിയൻ ദേശീയ ഗാനം പാടൂ.
നിങ്ങൾക്കതാണ് ഇഷ്ടം, നിങ്ങൾ അങ്ങനെ ചെയ്യൂ. പിന്നെ ബാക്കിയുള്ള കണ്ടു കാണാനുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. വന്ദേ മാതരം മുഴുവൻ പാടില്ല എന്ന നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് മറ്റേ കോൺഗ്രസ്. ആഗസ്റ്റ് 4 പൊതുഭരണ വകുപ്പ് ഉത്തരവ് പ്രകാരം തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയും ജില്ലകളിലെ മന്ത്രിമാരും പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യ ദിന ആഘോഷ ചടങ്ങുകളിൽ ദേശീയ ഗാനം മാത്രമേ ആലപിക്കൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആര് പറഞ്ഞിരിക്കുന്നു? കേരള മഹാരാജ്യം പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ പ്രഖ്യാപിക്കുന്നത് മുഴുവൻ ഇവരാണല്ലോ, മന്ത്രിമാരും മുഖ്യമന്ത്രിക്കാണല്ലോ പ്രഖ്യാപിക്കുന്നത്. അവരോട് വീണ്ടും അവരോട് പറയുകയാണ്, കേരളം ഒരു മഹാരാജ്യമല്ല. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൻ്റെ ഒരു മൂല, അതിൻ്റെ ഒരു സംസ്ഥാനം മാത്രമാണ്. എങ്കിൽ പോലും കൺകറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും അവരവരുടെ ഇഷ്ടപ്രകാരം പല വിദ്യാഭ്യാസ കാര്യങ്ങളും അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ പോലും ദേശീയ ഗാനം ആലപിക്കില്ല, ദേശീയ ഗീതം ആലപിക്കില്ല, ഭരണഘടന ഇന്ന വകുപ്പുകൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ സംസ്ഥാനം കയ്യിൽ നിന്ന് പോയി കിട്ടും. കോൺഗ്രസ് സംസ്ഥാനം കയ്യിൽ നിന്ന് പോയി കിട്ടും. അത്രമാത്രമേ സംഭവിക്കുള്ളൂ. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ മാത്രമാണ് വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കണമെന്ന് ലോകഭവൻ ആവശ്യപ്പെടാറുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. സ്വാതന്ത്ര്യ ദിനത്തിൽ തിരങ്ക, അതായത് മൂന്ന് കളറുകളുള്ള നമ്മളുടെ കൊടി ഉയർത്തണം. ആ കൊടി ഉയർത്തിക്കഴിഞ്ഞാൽ ആദ്യം അതത് നാടുകളിലെ, ഇപ്പോൾ തമിഴ്നാട്ടിൽ വെച്ചാൽ തമിഴ് വാഴ്ത്തുപാട്ടുണ്ട്, അത് കഴിഞ്ഞാൽ വന്ദേ മാതരം, അത് കഴിഞ്ഞാൽ ദേശീയ ഗാനം. അത് ചെല്ലിയെ തിരുന്ന് കേന്ദ്ര ഗവൺമെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇപ്പോൾ ഇവിടെ അത് മാത്രമല്ല, അവിടെ നിന്ന് അറിയിച്ചിട്ടുള്ള ഇവിടെയുള്ള സകലവിധ ഭരണസംബന്ധിയായിട്ടുള്ള പഞ്ചായത്ത് അടക്കമുള്ള ത്രിതല പഞ്ചായത്ത് അടക്കമുള്ള എല്ലായിടത്തും ഈ സ്വാതന്ത്ര്യ ചടങ്ങിൽ ഇത് പാടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് പാടുകയും ചെയ്യും. അവസാനം പറയും, മറ്റൊരു ഗതിയില്ലാത്തത് കൊണ്ടാണ്, എന്ത് ചെയ്യാം. ഇത് പറഞ്ഞ് പാടും. ഈ പറയുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ള എല്ലാവരും അവിടെ നിന്നിട്ട് വന്ദേ മാതരം അവർ പാടിയേ മതിയാകും. അതാണ് ഇന്നത്തെ സാഹചര്യം. അതാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ തലസ്ഥാനത്ത് ചടങ്ങിൽ മുഖ്യമന്ത്രിയാണ് മുഖ്യ അതിഥി. അതുകൊണ്ട് ഇക്കുറി വന്ദേ മാതരം ആലപനം ഉണ്ടാവില്ലത്രേ. ഹർ ഘർ തിരങ്ക, ഓരോ വീട്ടിലും അന്നേ ദിവസം, അതിപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്, ഇപ്പോൾ ഞാനടക്കം ചെയ്യുന്നതാണ്. ഞാനിവിടെ പോലീസുകാർ വന്ന സമയത്ത് അതിലൊരാൾ ചോദിച്ചു, സ്വാമി അപ്പോൾ ഏത് ദൈവത്തെയാണ് ആരാധിക്കുന്നത്? വ്യക്തിപരമായിട്ട് ഒറ്റ ചോദ്യമാണ്, വേറെ ഒന്നും അവർ ചോദിച്ചില്ല കേട്ടോ. അതിലൊരാൾ മാത്രം പിന്നെ മാറി നിന്നപ്പോൾ ചോദിച്ചു മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അറിയാമോ? അവിടെ നിന്നൊരു ഡെപ്പി എടുത്തു. അപ്പോൾ ദൈവത്തിൻ്റെ ഫോട്ടോ ഉണ്ടാകുന്ന ചോദിക്കുന്നത്. അവിടെ നിന്ന് ഒരു ഡെപ്പി ഇട്ട് അത് തുറന്നിട്ട് അതിൽ നിന്ന് എടുത്തു ഇന്ത്യൻ ഫ്ലാഗ്. ഇതിനെയാണ് ദിവസവും കാലത്ത് ഞാൻ സെല്യൂട്ട് ചെയ്യുന്നത്, ഇതിനെയാണ് ഞാൻ തൊഴുന്നത്. പിന്നെ വഴി കൂടെ പോകുമ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണുമ്പോൾ അവിടെ ഞാൻ തൊഴാറുണ്ട്. ഇന്നലെ ഇവിടെ വൈകുന്നേരം ഇവിടെ ഇപ്പോൾ എന്തോ കണക്കെടുപ്പിനായിട്ട് വന്നു. പകൽ വന്ന ആൾക്കാരെ കാണില്ല. അപ്പോൾ ഒരു മാഷാണ് വന്നത്, വൈകുന്നേരം രാത്രിയാണ് വന്നപ്പോൾ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ട്. സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ചോദിച്ചു, സ്വാമി ഞങ്ങളുടെ സ്കൂളിൽ അതിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് അവിടെ തൊഴുന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ ആ സ്കൂളിലെ മാഷാണെന്ന് പറഞ്ഞു. ഞാനൊന്ന് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, എൻ്റെ അമ്പലങ്ങൾ സ്കൂളുകളാണ്. ആ സ്കൂളുകളിലാണ് ഞാൻ തൊഴും. അവിടുത്തെ കുട്ടികളാണ് എൻ്റെ ദേവതകൾ, അവരെ കണ്ടാൽ തൊഴും. വേറെ ഈ കല്ലും കുത്തി വെച്ചുള്ള അമ്പലത്തിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, സ്വാമി കമ്മ്യൂണിസ്റ്റാ എന്ന് ചോദ്യം. ഞാൻ ചിരിച്ചു മറുപടി പറഞ്ഞു. ഏതായാലും എല്ലാ വീട്ടിലും ദേശീയ പതാകം, ആ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ സർക്കുലർ പരിഗണിക്കാതെ പൊതുഭരണ വകുപ്പിൻ്റെ ഉത്തരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. കേന്ദ്ര സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് അതേപടി വകുപ്പുകൾ കൈമാറിയ ചീഫ് സെക്രട്ടറിയുടെ നടപടിയാണ് ഇപ്പോൾ വിവാദത്തിന് ഇടയാക്കിയിട്ട്. ഇവിടെ ഒരു വിവാദവുമില്ല വാസ്തവത്തിൽ. ഇത് ആവശ്യമില്ലാതെ എവിടെയെങ്കിലും ഒരു കൊതുക് കടിച്ചിട്ടുള്ള ചൊറി ഉണ്ടായിരിക്കും. കൊതുക് കടിച്ചാൽ അവിടെ ഒരു വളരെ പോലെ വരില്ലേ, അത് മാന്തി നമ്മൾ കുട്ടിക്കാലത്ത് ഒരു പരിപാടിയുണ്ട്. നമ്മൾ ഇവിടെ ഉണ്ടല്ലോ ഈ ഭാഗം ഈ നഖം കൊണ്ട് ഇതിങ്ങനെ ആയിട്ട് 1008 വട്ടം നമ്മളിങ്ങനെ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ സ്വർഗം കാണാമെന്ന് പറയും. ഈ പൈലിൽ എന്തെങ്കിലും അവരെന്താ പുളിങ്കിലും എന്തെങ്കിലും കൊടുക്കും, അവനിട്ട് വരച്ച് ഞാൻ സ്വർഗം കാണും. കാരണം എന്താണ്? തൊലിപ്പുറമെ വരച്ച് അവിടെ ചുട്ടുനീറ്റ് വരും, ചിലപ്പോൾ രക്തം പൊടിയും. അപ്പോൾ ഇല്ലാത്തൊരു പ്രശ്നം അവരുണ്ടാക്കി വയ്ക്കുകയാണ്. വന്ദേ മാതരം ഞങ്ങൾ ചൊല്ലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന കക്ഷിക്ക് അവർക്കുണ്ടാവില്ലേ വാശി? ഞങ്ങളുടെ ഭരണത്തിന് കീഴിലിരിക്കുന്ന ഒരു സംസ്ഥാനത്തിലെ ഗവർണറല്ല സർക്കാർ പറഞ്ഞു ഞങ്ങൾ പാടില്ല എന്ന്. അപ്പോൾ പിന്നെ അവരെന്താ ചെയ്യുക? പാടും. പാടാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് പാടാത്ത പങ്കിലെ കൊണ്ടും പാടിക്കും. അങ്ങനത്തെ ഒരു ഗവൺമെൻറ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയെന്ന് വെച്ചാൽ ആഗസ്റ്റ് 15-ാം തീയതി ഇവിടെ സ്വാതന്ത്ര്യ ദിനാഘോഷ സംബന്ധിയായിട്ട് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പഞ്ചായത്ത് ആസ്ഥാനങ്ങളിലും കേരള സർക്കാർ ആസ്ഥാനത്ത് തിരുവനന്തപുരത്തും ഇത് ചെല്ലില്ലേ അത് കാത്തിരിക്കാനാണ് ഇവിടുത്തെ ഓപ്പൺ മീഡിയ, അതുപോലെ തന്നെ ചാനലുകളെല്ലാവരും. എന്തിനാണ് ഇങ്ങനെ നാണക്കേടുണ്ടാക്കി വെക്കുന്നത്? ചെല്ലിയില്ലെങ്കിൽ അത് അപകടം.
ചൊല്ലിക്കഴിഞ്ഞാൽ അത് നാണക്കേട്. അവരവർ വരുത്തി വയ്ക്കുന്നതല്ലേ വാസ്തവത്തിൽ. വന്ദേമാതരം മുഴുവനായിട്ട് പാടണമെന്നാണ് തൻ്റെ നിലപാടെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു. വന്ദേമാതരത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യേക മതത്തിൻ്റെ കാര്യങ്ങൾ മതേതര രാജ്യത്ത് ആലപിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് മന്ത്രി CP ജോൺ പ്രതികരിച്ചു. ഇവിടെ ഒരു പ്രത്യേക മതം എത്ര മാത്രമേ ഉള്ളൂ. മതേതരത്വം തുലയുന്നത് എപ്പോഴാണെന്നറിയാമോ? ഹിന്ദു മതത്തെക്കുറിച്ച് പറയുമ്പോൾ. ബാക്കിയെല്ലാം മുസ്ലിം ഇസ്ലാമിനെ കുറിച്ചൊക്കെയാണ്. ഇപ്പോൾ കേരളത്തിലെ സ്ഥിതി അറിയാലോ. കേരളം പരിപൂർണമായിട്ട് ഒരു കേരളമായിട്ട് മാറിയല്ലോ. അപ്പോൾ ഇവിടെ ഹിന്ദുവിൻ്റെ കാര്യം വരുന്ന സമയത്താണ് മതേതരം എന്ന് പറഞ്ഞാൽ കോപ്പ് ഇങ്ങനെ പുറത്തേക്ക് വരിക. നമ്മൾ ഈ ഇടി വെട്ടുന്ന സമയത്ത് നല്ല ഉറപ്പുള്ള തറയിൽ എങ്ങനെയാണ് ആ തറ പൊളിച്ച് പുറത്തേക്ക് വരിക എന്നറിയില്ല, കൂണുകൾ. അതുപോലെ തന്നെ എന്തായാലും പറയുക, ഏതോ സമയത്ത് ചന്ദ്രഗ്രഹണ സമയത്ത് എല്ലാ ഞാഞ്ഞൂളും തലപൊക്കുമെന്ന് പറയില്ല. അതുപോലെ മതത്തിൻ്റെ കാര്യം പറഞ്ഞാൽ എല്ലാ ഞാഞ്ഞൂളുകളും തലപൊക്കുന്നുണ്ട്. വന്ദേമാതരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഹിന്ദുവിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് അതിന് വന്ദേമാതരം ഹിന്ദുവിൻ്റെ പ്രാർത്ഥനയാക്കി മാറ്റുകയും അത് മതേതര രാജ്യത്ത് പറ്റില്ല എന്ന് പറഞ്ഞ് അത് ആലപിക്കുന്ന തെറ്റുണ്ടെന്ന് പറയുന്ന ജോൺ എന്ന് പറയുന്ന ക്രിസ്ത്യാനി. അവർക്കെല്ലാവർക്കും ഇതാണ് അവരുടെ പ്രശ്നം. പക്ഷേ രമേശ് ചെന്നിത്തല അദ്ദേഹം ഒരു നായരാണ്. അതുപോലെ തന്നെ സതീശൻ നായരാണ്. അവരുടെ ഉള്ളിൽ ഒരു ഹിന്ദുത്വവാദം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ TG മോഹൻദാസ് അവരുടെ കാര്യം കണ്ടില്ലേ? അതൊരു കാട്ടായം ഒരു നാടകം നടത്തി കുറേ ആൾക്കാരെ SDPക്കാരോ സുഡാപ്പികളോ ആരോ സന്തോഷിപ്പിച്ചു, കാര്യം കഴിച്ചു. ഇപ്പോൾ ജാമ്യത്തിൻ്റെ വ്യവസ്ഥ എന്താണെന്നറിയാമോ? പോലീസ് വിളിച്ചാൽ ചെല്ലണം കേട്ടോ. അതെല്ലാവരും എപ്പോഴും ചെല്ലാൻ ബാധ്യസ്ഥരാണ്. പോലീസ് പറഞ്ഞാൽ ഏതിനും ശ്രീകണ്ഠൻ നായരോ അല്ലെങ്കിൽ നാരായണൻകുട്ടിയോ അതിന് ഔസേപ്പോ അല്ലെങ്കിൽ ജോസഫോ അല്ല. ഇന്ത്യൻ പ്രസിഡൻ്റാണ് ഒരു പോലീസുകാരൻ. ആ മുദ്ര ഇന്ത്യൻ പ്രസിഡൻ്റാണ് വിളിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചില കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ചെല്ലാൻ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിൽ നമ്മൾ പുറത്തേക്ക് പോകണം. അപ്പോൾ ആയതുകൊണ്ട് അത്തരം ചെറു കൊച്ചു കാര്യം പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. അപ്പോൾ അത് നാടകമെന്ന് എല്ലാവർക്കും അറിയാം. രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ നമ്മളുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള സതീശൻ, അവർക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ടേ. അവിടെ ചെല്ലുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ അമ്മ വിളിച്ചു നോക്കിയാൽ എന്താടാ മോനെ ഇങ്ങനെ നീ ഹിന്ദുവിനെതിരാന്ന് അവർ വിളിച്ചു വയ്ക്കില്ലേ? അവരൊന്നും ഹിന്ദുവിനെ എതിരാവാൻ പോകുന്നില്ല. പക്ഷേ ഇതിനകത്ത് വേറെ കുറേ ആൾക്കാരുണ്ട്, മുസ്ലിം മന്ത്രിമാരും മറ്റുള്ള കാര്യങ്ങൾ. ഈ ജോണിനെ പോലുള്ള ക്രിസ്ത്യാനികൾ അവർ ഏത് പൊസിഷനിൽ ഏത് കമ്മ്യൂണിസം പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കുള്ള വർഗീയതയാണ് അവർ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. ഗാന്ധിയും നെഹ്റു അടക്കമുള്ള ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ വന്ദേമാതരത്തിൻ്റെ നിശ്ചിത ഭാഗം പാടിയാൽ മതിയെന്ന് നിശ്ചയിച്ചിരുന്നു. കാരണം എന്താണ്? അന്നും മുസ്ലിങ്ങളാണ് ഇവിടെ പ്രശ്നം ഉദിപ്പിച്ചത്. ഹിന്ദുവിൻ്റെ ദേവതകളുടെ അവരെ ബഹുമാനിക്കുന്ന, അവരെ വാഴ്ത്തിപ്പാടുന്ന 2-3 വരികളുണ്ട്. അത് വെട്ടിക്കളയാൻ പറഞ്ഞിട്ട് അന്ന് വെട്ടിക്കളഞ്ഞ് പ്രശ്നം ഉണ്ടാവേണ്ടെന്ന് വെച്ചിട്ട് അത് എത്ര കാലം അത്തരം കാര്യങ്ങൾ ഹിന്ദുസ്ഥാനത്ത് വെച്ചിട്ട് ഹിന്ദുവിൻ്റെ ഒരു കാര്യവും പാടില്ല പറയുമ്പോൾ എത്രത്തോളം സഹിക്കാൻ പറ്റും? പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ് അത് സഹിക്കാൻ പോകുന്നില്ല. അത് സംഘപരിവാർ ഗവൺമെൻറ്റാണ്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താ? എങ്ങനെ പോലും ഒരു 10-250 വർഷം കഴിഞ്ഞാൽ BJP അധികാരത്തിൽ നിന്ന് പോകും. എല്ലാം അധികാരത്തിൽ പോകണമല്ലോ, വേറെ വരണമല്ലോ. അതുവരെ കാത്തിരിക്കുക. BJP അധികാരത്തിലുള്ളിടത്തോളം സമയം മതേതരത്വത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൂട്ടത്തിൽ ഒരു കിഴിശ്വാസം ഇട്ട് നാണം കെടുക എന്നല്ലാതെ ഒന്നും നടക്കാൻ പോണ കാര്യമൊന്നുമല്ല. വന്ദേമാതരം ആലപിക്കുന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയെന്നും അതാണ് തൻ്റെ നിലപാടെന്നും മന്ത്രി M. ഷംസുദ്ദീൻ പറഞ്ഞു. ഇന്നസെൻ്റ് കല്യാണരാമൻ സിനിമയിൽ വലിയൊരു ഉരുളി പൊക്കാൻ നോക്കി. മറ്റവർക്ക് പറ്റില്ല. ഞാൻ പോഞ്ഞിക്കര ശ്രീയാണ് എന്ന് പറഞ്ഞാൽ പൊക്കാൻ നോക്കിയാൽ പറ്റുന്നില്ല. 2 പ്രാവശ്യം പൊട്ടി അത് പറ്റില്ല, ഉരുളിയല്ലേ. അപ്പോൾ അയാൾ പറഞ്ഞു എന്താ ആരെ വിളിച്ചു എന്ന്. അപ്പോൾ തന്നെ ആരും വിളിച്ചില്ലല്ലോ, എന്നെ വിളിച്ചു, അതിനെ താനെ കേട്ടെ എന്ന് പറഞ്ഞ പോലെയാണ്. എവിടെന്നോ ഒരു വ്യക്തത വരുത്തിയത്. ആരാ വ്യക്തത വരുത്തിയത്? ഇവിടെ ഇയാൾ പറഞ്ഞ വന്ദേമാതരം ആലപിക്കുന്നത് സംബന്ധിച്ച് ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തി. എന്താ വ്യക്തത വരുത്തിയിട്ടുള്ളത്? അതിനെക്കുറിച്ച് പറയുന്നത് വ്യക്തത വരുത്തി. ആ വ്യക്തത അതാണ് തൻ്റെ നിലപാടെന്ന്. ഏതാണ് ആ വ്യക്തത? ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് മന്ത്രി ഷംസുദ്ദീൻ. എല്ലാവരും കിടന്നിട്ട് കെട്ടിമറിയുകയാണ് വാസ്തവത്തിൽ. എന്ത് ചെയ്യണമെന്നറിയാതെ മുഖം വികൃതമായി കഴിഞ്ഞു. ലോക് ഭവൻ നിർദ്ദേശപ്രകാരമാണ് ചീഫ് സെക്രട്ടറി സർക്കുലർ ഇറക്കിയതെന്ന് കഴിഞ്ഞ ദിവസത്തെ പരാമർശം വിവാദമായ സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് ഇനി വിശദീകരണത്തിനില്ലാന്ന് പറഞ്ഞത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന സർക്കുലറുകൾ ഫോർവേഡ് ചെയ്യപ്പെടാം. അതിൽ പോരായ്മയോ രാഷ്ട്രീയമോ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിയുന്ന ഇത് തിരുത്താം. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ നിലപാട് എന്താണെന്ന് ഓരോ മന്ത്രിമാരും പറയേണ്ടതില്ലെന്നും ഷംസുദ്ദീൻ പറഞ്ഞു. അങ്ങനെ അവരുടെ ഭാഷ പറഞ്ഞാൽ കഴിച്ചിലായി എന്നർത്ഥം. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇവർ വന്ദേമാതരത്തിൽ കുറേ വരികൾ കണ്ടെത്തി. ഏകദൈവത്തിന് അനുരോധമല്ലാത്ത രീതിയിൽ 2-3 വരികൾ കണ്ടെത്തി. ഇനിയിപ്പോൾ ദേശീയഗാനത്തെങ്കിലും കണ്ടെത്താൻ പറ്റില്ലേ? ജനഗണ മന അതിനായക ജയ ഹേ. അതാരെക്കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യയിലുള്ള ജനങ്ങൾ വിജയിക്കട്ടെ. ജനഗണമന അതിനായകൻ ആരാണ്? ഒരിക്കൽ പോലും മഹാകവി ടാഗോർ അതിൽ അള്ളാഹുവിനൊന്നും ചേർത്ത് വയ്ക്കാൻ പോകുന്നില്ല.
ആയതുകൊണ്ട് തന്നെ അവിടെയും ദൈവത്തിൻ്റെ ചില എലിമെൻറ്റ്സ് അവിടെ വെച്ചിട്ടുണ്ട്. അതാണ് ജനഗണ മന അധിനായകൻ എന്ന് പറയുന്നത്. ഏതായാലും അതിനെ ചൊറിയാൻ ഇതുവരെ വന്നിട്ടില്ല. ഇനി അതിനും ഈ കണക്കിൽ എല്ലാ കാര്യങ്ങളും വിജയിക്കുകയാണെങ്കിൽ പിന്നെ അതിനും ചൊറിയാൻ വരും, അതിനാരും സംശയമില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയും 3 മാൻഡേറ്റ് കിട്ടി BJPക്ക്. ഈ അവസാന നിമിഷത്തിന് ആ മാൻഡേറ്റ് അവർക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ ഗതി മാറിപ്പോയേനെ കേട്ടോ. ഇന്ത്യയുടെ ഗതി മാറിപ്പോയേനെ. 22 സീറ്റ് കിട്ടിയപ്പോഴേക്കും സ്ഥിതി എന്താണ്? ഏതൊക്കെ സന്യാസിമാരെ പിടിച്ച് ജയിലിലിടണം, ഏതൊക്കെ ഹിന്ദു ആചാര്യന്മാരെ പിടിച്ച് ജയിലിലിടണം, ഹിന്ദു ശബ്ദം ഉയർത്തുന്ന ആൾക്കാരുടെ വായ എങ്ങനെ ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കണം, ഇതിനുള്ള ശ്രമം എത്ര വ്യാപകമായിട്ട് നടക്കുന്നത്. ഇന്നിപ്പോൾ അവരുടെ മദ്രസ പൊട്ടന്മാർ തെറി വിളി ബഹളമാണ്, തെറി വിളിയാണ്. കാലത്ത് എന്നിട്ട് ഇവർക്ക് വേറെ പരിപാടിയൊന്നുമില്ല, തെറി വിളി തെറി വിളി തെറി വിളി തെറി വിളി. ഇസ്ലാം ഇവരുടെ മുസ്ലിം കാര്യങ്ങളോട് അനുരൂപമായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഇടയിൽ മുഴുവൻ തെറി വിളി. ആ തെറി വിളി പോലും അക്ഷരത്തെറ്റുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേസമയം അതിനുള്ള ധൈര്യം ഇപ്പോൾ ഇവർ സംഭരിച്ചു കഴിഞ്ഞു. ആ ധൈര്യത്തിൻ്റെ പേരിലാണ് വന്ദേ മാതരം ചെല്ലാൻ പാടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത്. അതേ ധൈര്യത്തിന് അപ്പുറമുള്ള ധൈര്യമുള്ള അതുക്കും മേലെ ധൈര്യമുള്ള കുറേ ആൾക്കാരാണ് ഇപ്പോൾ ഭാരതത്തെ ഭരിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ ഇത് വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് മാറും. പാടുകയോ പാടാതിരിക്കുകയോ എന്താണ് സംഭവിക്കുകയെന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാടിയില്ലെങ്കിൽ പ്രശ്നമാണ്, പാടിയാൽ അണികളുടെ പ്രശ്നമാണ്. ഏതായാലും തൊണ്ടയിൽ മുള്ളു കുരുങ്ങിയ അവസ്ഥയിലായിട്ടുണ്ട് മുസ്ലിം ലീഗ്, ഒപ്പം UDFും. വന്ദേ മാതരം പകുതി പാടാൻ സമ്മതിക്കില്ലെന്നും അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ഇറ്റാലിയൻ ദേശീയഗാനം പാടട്ടെ എന്നാണ് ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുള്ളത്. ഈ പകുതി പാടുള്ളത് പറഞ്ഞാൽ എന്താണത്? ആരോ പറഞ്ഞ പോലെ അച്ഛാ എന്താണ് മോനെ, ഒരു മുട്ട കിട്ടിയിട്ടുണ്ട്, നമുക്ക് മുട്ടയുടെ പകുതി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം, ബാക്കി മുട്ട നമുക്ക് അടവയ്ക്കാം, കോഴിക്ക് അടവയ്ക്കാം, കോഴിക്കുഞ്ഞുണ്ടാവാൻ വേണ്ടിയിട്ട്. ഇത് പറ്റുമോ? വന്ദേ മാതരം എപ്പോഴും ഒരുമിച്ച് ചെല്ലേണ്ടതാണ്. അതിനെ മുക്കാലാക്കി മാറ്റാൻ പറ്റില്ല. കാൽഭാഗം ആ തുമ്പ് അങ്ങോട്ട് വെട്ടിക്കളയുക, എന്നിട്ട് മുക്കാൽ മതി എന്ന് പറഞ്ഞത് എത്രമാത്രം വൈകൃതം ഉൾക്കൊള്ളുന്ന കൽപ്പനയാണ്. ആലോചിച്ച് നോക്കുക. നമസ്കാരം.